ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിൽ മോളുടെ വീട്ടിലേക്കാണ്. അതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ DIPയിലുള്ള മാംഗോ സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ കയറിയത്. ചൂരമീനും ഉണ്ട്. അതായത് ചൂരമീനും വലുതാണ്. പിന്നെ നെയ്മീൻ, അങ്ങനെ പല തരത്തിലുള്ള മീനുകളുണ്ട്. ഞണ്ട്, മിൽക്ക് ഫിഷ് മീൻ, അതെന്ത് മീനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. സീമ ഫിഷ്, ഷെറി നല്ല മീനാണ് കേട്ടോ, ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ. ഫ്രഷ് സാൽമൺ, എല്ലാത്തിൻ്റെ റേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും വണ്ടിയിലേക്ക് കയറി ഒരു ചായക്ക് കുടിച്ചു. പിന്നെ വീണ്ടും നേരെ ഞങ്ങൾ മോളുടെ വീട്ടിലെത്തി. അവിടെ ഇക്ക മട്ടൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇക്ക എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആണല്ലോ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ അങ്ങനെ മട്ടൻ കറി റെഡിയാക്കാൻ പോവുകയാണ്. ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മട്ടനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മട്ടൻ 1 കിലോ മട്ടനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിടാൻ മറന്നുപോയി ഗായ്സ്, സോ അതുകൊണ്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലെങ്കിലും കേൾക്കണം മട്ടൻ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോള് ഭയങ്കര പണിയിലാണ്, എന്തോ ക്ലീനിങ് സെക്ഷനാണ് ഗൈസ്. അതിനിടയ്ക്ക് ഞാനും എൻജോയ് ചെയ്യുകയാണ് മട്ടൻ കറി വേകാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ചെറുകുട്ടിയാണ്, മാഷാ അല്ലാ, എൻ്റെ താനിയ മോൾ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല അടിപൊളി സൂപ്പർ മട്ടൻ കറിയും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാവ്, സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.